ഡിജിറ്റൽ ലോകത്ത് വീണ്ടും ചരിത്രം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇൻസ്റ്റാഗ്രാമിൽ 10 കോടിയിലധികം ഫോളോവേഴ്സ് ഉള്ള ലോകത്തിലെ ആദ്യ രാഷ്ട്രീയ നേതാവായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു. രണ്ടാം സ്ഥാനത്തുള്ളത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് മോദിയുടെ ഡിജിറ്റൽ സാന്നിധ്യം. 4.4 കോടി ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റിനുള്ളത്. അശ്വതി കെ വാദിക്കൽ വിശദാംശങ്ങൾ നൽകും. അശ്വതി, ലോകത്തിലെ ഏറ്റവും കരുത്തനായ നേതാവ് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള നേതാവും നമ്മുടെ പ്രധാനമന്ത്രിയാണ് എന്നതാണല്ലോ ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഗൗതം, മോദി ആരാധകനായ അല്ലെങ്കിൽ മോദി അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഗൗതമിനും എനിക്കുമൊക്കെ സന്തോഷിക്കാൻ വക നൽകുന്നതാണ് ഇൻസ്റ്റഗ്രാമിലെ ഈ പുതിയ വിപ്ലവം. ലോക നേതാക്കളെപ്പോലും നിഷ്പ്രഭരാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പവർ ഷോയാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അരങ്ങേറുന്നത്. അതായത് 105 മില്യൺ ഫോളോവേഴ്സ്. ഗൗതം നോക്കൂ, ലോകത്താദ്യമായി 10 കോടിയിലധികം ആരാധകർ അല്ലെങ്കിൽ ആൾക്കാർ പിന്തുടരുന്ന ഒരു ലോക നേതാവായി മാറിയിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീർച്ചയായും നമുക്കറിയാം, ഈ സൂപ്പർ പവർ ലീഡേഴ്സ് എന്നറിയപ്പെടുന്ന നമ്മുടെ ട്രംപ് ആയിക്കോട്ടെ, ബെഞ്ചമിൻ നെതന്യാഹു ആയിക്കോട്ടെ, ലുല ഡി സെൽവ ആയിക്കോട്ടെ, പ്രബോധ ആയിക്കോട്ടെ, അങ്ങനെ ഇമ്മാനുവൽ മാക്രോൺ ആയിക്കോട്ടെ, ഇവരൊക്കെ ഇനി ഒരു 2 അടി മാറി നിൽക്കണം. കാരണം ട്രംപിന് വെറും 44 മില്യൺ ഫോളോവേഴ്സേ ഉള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 105 മില്യൺ ഫോളോവേഴ്സാണ്. അതായത് ഈ നേതാക്കളെയൊക്കെ പിന്തുടരുന്നതിലധികം ഇരട്ടിയിലധികം ആൾക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോളോ ചെയ്യുന്നു എന്നാണ് ഗൗതം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. തീർന്നിട്ടില്ല. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മറ്റ് നേതാക്കളെ നോക്കുകയാണെങ്കിൽ യോഗി ആദിത്യനാഥാണ് 2ാം സ്ഥാനത്ത് തുടരുന്നത്. രാഹുൽ ഗാന്ധി അപ്പോഴും 3ാം സ്ഥാനത്താണെന്നുള്ള വിവരം കൂടി ഞാനൊന്ന് പങ്കുവെക്കട്ടെ. ഇനി നമുക്ക് നോക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്താണ് ഇത്ര പ്രത്യേകതയെന്ന്. കാരണം നമുക്കറിയാം, ഈ പരമ്പരാഗതമായൊരു ചില രാഷ്ട്രീയ ശൈലികളുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പ്രസ് റിലീസ് പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ ബോറിംഗ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങൾ പങ്കുവയ്ക്കുക. ഈ ഒരു ശൈലിയാണ് മിക്ക രാഷ്ട്രീയ നേതാക്കളും പിന്തുടരുന്നത്. അവിടെയാണ് മോദി വ്യത്യസ്തനാകുന്നത്. കാരണം മോദി ഇപ്പോൾ ക്യാമറ ആംഗിളുകൾ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ ബൂമർ ആംഗിൾ ക്യാമറ ആംഗിളുകൾ, അല്ലെങ്കിൽ സെൽഫി വീഡിയോ ചിത്രീകരിക്കുക, അങ്ങനെ ആൾക്കാരിലേക്ക് ചെന്നെത്തുന്ന തരത്തിലുള്ള രീതിയിലുള്ള ശൈലിയിലാണ് അദ്ദേഹം എപ്പോഴും വീഡിയോ ചിത്രീകരിക്കാറുള്ളത്. ഇനി അദ്ദേഹം പങ്കുവയ്ക്കുന്ന കണ്ടന്റുകളായിക്കോട്ടെ ഒന്ന് പരിശോധിച്ചാലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ അന്താരാഷ്ട്ര ഉച്ചകോടിയിലൊക്കെ പോകുമ്പോൾ പൊതുവെ നമ്മൾ ആ അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ നേതാക്കൾ സംസാരിക്കുന്ന ദൃശ്യങ്ങളാകും സമൂഹ മാധ്യമങ്ങളിൽ കാണുക. പക്ഷെ അങ്ങനെയല്ല, ഇതിൻ്റെ അണിയറ ദൃശ്യങ്ങളും അദ്ദേഹം തൻ്റെ അക്കൗണ്ടിൽ പങ്കുവെക്കാറുണ്ട്. ഒപ്പം സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന്, മറ്റൊരു രാഷ്ട്രീയ നേതാക്കളും ഇറങ്ങിച്ചെല്ലാത്ത ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ സാധാരണക്കാരുമായി സംവദിക്കുക, ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യുക, അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കാണുമല്ലോ. അപ്പം ഈ കായിക താരങ്ങളായിക്കോട്ടെ, സിനിമാ താരങ്ങളായിക്കോട്ടെ, സമൂഹത്തിൽ നേട്ടം കൈവരിച്ചവരെ അഭിനന്ദിക്കുക, അവരുമായി സംവദിക്കുക, ആ പോസ്റ്റുകൾ പങ്കുവെക്കുക. തീർന്നിട്ടില്ല. നമ്മൾ ഒരു വശത്ത് ഈ ഒരു ട്രെൻഡിങ് വൈബ് കീപ്പ് ചെയ്യുമ്പോൾ അദ്ദേഹം മറുവശത്ത് ഈ പരീക്ഷാ പേ ചർച്ചയുമായി ബന്ധപ്പെട്ട് വിശദമായ ഉപദേശങ്ങളൊക്കെ കുട്ടികൾക്ക് പങ്കുവെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ജെൻസിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം പാർട്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വീഡിയോ പങ്കുവെച്ചിരുന്നു. അത് മിനിറ്റുകൾക്കുള്ളിൽ 300 മില്യൺ വ്യൂവേഴ്സാണ് ആ വീഡിയോ സ്വന്തമാക്കിയത്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന നമ്മുടെ ഇഷ്ട ജോഡികളാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. അന്ന് അദ്ദേഹം അവിടെ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുക ഇറ്റലിയിൽ പോയപ്പോൾ അദ്ദേഹം ഈ മെലോണിയുമായി ചേർന്ന് ഒരു വീഡിയോ ചിത്രീകരിച്ചു. അതൊരു വ്ളോഗ് ടൈപ്പ് റീലായിരുന്നു. ഹായ്, ദിസ് ഈസ് ഫ്രം ടീം മെലഡി എന്ന് പറഞ്ഞ മനോഹരമായ വീഡിയോ. അതും ആരാധകർ ഏറ്റെടുത്തു. അന്നും ദശലക്ഷക്കണക്കിന് വ്യൂസ് ആണ് ഉണ്ടായത്. അപ്പോൾ ഗൗതം, നമ്മുടെ പ്രധാനമന്ത്രി ഇൻസ്റ്റഗ്രാമിലെ രാജാവായി മാറിയിരിക്കുകയാണ്. മറ്റൊരു ലോക നേതാക്കൾക്കും പൊട്ടിക്കാൻ കഴിയാത്തൊരു റെക്കോർഡ്, ഒരു ബെഞ്ച് മാർക്കാണ് പ്രധാനമന്ത്രി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മറ്റ് ലോക നേതാക്കൾ കണ്ടുപഠിക്കേണ്ടത്. ഒപ്പം മറ്റൊരു കാര്യം, മോദി മറ്റ് മന്ത്രിമാർക്ക് കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്, എല്ലാവരും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകണമെന്നത്. എന്തായാലും ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിമാനിക്കാം. ലോകമെമ്പാടുമുള്ള ജൻസികൾക്കിടയിലും ഇപ്പോൾ താരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് എന്നുള്ളതാണ്. അശ്വതി പറഞ്ഞൊരു കാര്യം കൃത്യമാണ്. അതായത് സാധാരണ രാഷ്ട്രീയക്കാരൊക്കെ അവരുടെ പ്രസംഗങ്ങൾ മാത്രം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുമ്പോൾ നോക്കൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കും. ഒരു ഘട്ടത്തിൽ മാലദ്വീപ്സ് നമ്മളെ ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ്. അതായത് മാലദ്വീപ്സ് എന്ന് പറഞ്ഞൊരു ചെറിയ രാജ്യം അനാവശ്യമായ പ്രകോപനങ്ങൾ ഭാരതത്തിനെതിരെ നടത്തുന്ന വേളയിൽ മോദിജി എന്താണ് ചെയ്തത്? നേരെ അദ്ദേഹം കേന്ദ്രഭരണ പ്രദേശമായ നമ്മുടെ സ്വന്തം ലക്ഷദ്വീപിലേക്ക് എത്തുന്നു. ലക്ഷദ്വീപ് കുറേ ചിത്രങ്ങൾ അദ്ദേഹം എടുത്തതിന് ശേഷം നേരെ പോസ്റ്റ് ചെയ്യുകയാണ്. അതോടെ മാലദ്വീപ്സിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന മുഴുവൻ ടൂറിസ്റ്റുകളും എന്ത് ചെയ്തു? നമ്മുടെ സ്വന്തം ലക്ഷദ്വീപിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി അദ്ദേഹം സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജ് വരെ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം
ഏറ്റവും വൃത്തിയായി ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന, ചെറുപ്പക്കാരെ പഠിപ്പിക്കുന്ന നേതാവ് കൂടിയാണ് ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രേക്ഷകരെ, ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യയിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഒരുപക്ഷെ ഭാവി പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള നമ്മുടെ യോഗി ആദിത്യനാഥ് കൂടിയാണ് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്നും അശ്വതി കെ വാതിക്കലാണ് ചേർന്ന്